കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന ഓൺലൈൻ കൂട്ടായ്മ രാജ്യസുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ കൂട്ടായ്മ വ്യാപകമായി ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. യുവതലമുറയെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നതായും ഇന്റലിജൻസ് ബ്യൂറോയുടെ കണ്ടെത്തൽ. ഡിജിറ്റൽ മാധ്യമങ്ങളെ ആയുധമാക്കി രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ അരാജകത്വം അഴിച്ചുവിടുവാനും ശ്രമിക്കുന്ന വലിയൊരു ഓൺലൈൻ ഗൂഢാലോചനയാണ് കേന്ദ്ര ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നവമാധ്യമങ്ങളിൽ പെട്ടെന്ന് തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP വെറുമൊരു കൗതുക കൂട്ടായ്മയല്ല, മറിച്ച് രാജ്യസുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്ന ഒളി അജണ്ടയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിൽ വ്യാജവും പ്രകോപനപരവുമായ വ്യാഖ്യാനങ്ങൾ ചമച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന അഭിജിത് ദീപക്കെ ഈ ഓൺലൈൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. വിദേശ സർവകലാശാല ബന്ധമുള്ള ഇയാൾ വികാരഭരിതരായ യുവാക്കളെയും തൊഴിലില്ലാത്തവരെയും തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിനെതിരായ ഡിജിറ്റൽ ടൂളുകൾക്ക് രൂപം നൽകുകയായിരുന്നു. BJPയുടെ ദേശീയ ചിഹ്നങ്ങളെയും വികസന നയങ്ങളെയും അവഹേളിക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും നിരന്തരം പങ്കുവെച്ചുകൊണ്ട് വിദ്വേഷം പടർത്താനാണ് ഇവർ ശ്രമിച്ചത്. ദേശീയ താൽപര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ നീറ്റ് UG പരീക്ഷാ വിവാദങ്ങൾ പോലെയുള്ള വിഷയങ്ങളെ മുൻനിർത്തി വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാരിനെതിരെ തെരുവിലിറക്കുവാനും കലാപസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഇവർ ഡിജിറ്റൽ ഇടങ്ങൾ ഉപയോഗിച്ചു. ഒരു ലക്ഷ്യവുമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ പെരുകുന്ന ഈ വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിൽ വൻ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ IT സെല്ലുകളുടെ അദൃശ്യ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. എക്സ് അക്കൗണ്ടുകൾ രാജ്യാന്തര തലത്തിൽ ലോക്ക് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പ്രതിരോധിക്കാൻ CJP ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന ഇത്തരം ഡിജിറ്റൽ പാറ്റകളെ നിയമപരമായി തന്നെ അടിച്ചമർത്തുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകുന്നത്. ജനം, ഡൽഹി.